മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ വലിയ സാക്ഷികളായി ജീവിക്കുവാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ദിനംതോറും 900 പേർക്ക് തൻ്റെ കൊട്ടാരവാതിക്കലിൽ ഭക്ഷണം നൽകിയിരുന്ന വ്യക്തിയായിരുന്നു ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത്. എന്നാൽ ഇതിൽ അതൃപ്തി തോന്നിയ ചില കൊട്ടാരം ജീവനക്കാർ അവർക്കെതിരെ പരാതികളുമായി രാജസന്നിധിയിൽ എത്തുകയുണ്ടായി. ഒരിക്കൽ പാവങ്ങൾക്കുള്ള ഭക്ഷണം തൻ്റെ മേലങ്കിക്കുള്ളിൽ വെച്ച് കൊട്ടാരവാതിക്കലേക്ക് പോവുകയായിരുന്ന വിശുദ്ധയോട് ലൂയിസ് രാജകുമാരൻ മേലങ്കി തുറന്നു കാണിക്കാൻ ആവശ്യപ്പെട്ടു. ഭയത്തോടെ അവർ ആ മേലങ്കി തുറന്നപ്പോൾ അവരുടെ മേൽവസ്ത്രമെല്ലാം റോസാപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞു. അവളുടെ പുണ്യപ്രവൃത്തികൾ കണ്ട് സ്വർഗം അവൾക്ക് നൽകിയ സമ്മാനമായിരുന്നു അത്. ഇന്ന് ദുബായിലെ ഈ നഴ്സുമാർ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ കർത്താവിൻ്റെ കരുതുന്ന സ്നേഹം അനുഭവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ടെസ്സി. ഞാൻ ദുബായിലെ ഹോസ്പിറ്റലിൽ 19 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ ഭർത്താവിൻ്റെ പേര് പോളി. എൻ്റെ മകൻ്റെ പേര് നൈജൽ. അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെൻ്റെ ചേച്ചി. എൻ്റെ പേര് സിസിലി. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഡേവിസ്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മൂത്തത് ഡാസിൽ, അവൻ ഇവിടെ ജോലി ചെയ്യുന്നു ദുബായിൽ തന്നെ. പിന്നെ രണ്ടാമത്തത് മകള് ഡനീഷ, കല്യാണം കഴിച്ചു, അവൾക്കൊരു കുഞ്ഞുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 30 വർഷമായിട്ട് ദുബായിൽ ഫാമിലിയായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾക്കുണ്ടായ കുറച്ച് ദൈവാനുഭവങ്ങൾ നിങ്ങളൊക്കെ ആയിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ നമ്മളിപ്പോൾ കുഞ്ഞാരി മുതൽ ഞാൻ നിന്നെ കാണുന്നതാണ് അല്ലേ. അപ്പം നിന്നെ പണ്ട് കുഞ്ഞായിട്ട് കാണുമ്പോൾ നീ ഭയങ്കര ഒരു സ്റ്റൈലിഷ് ആയിരുന്നു. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരാളൊന്നുമല്ല. ഇന്ന് ഞാനിപ്പോൾ കാണുമ്പോൾ നീ ഒത്തിരി മാറ്റം, പഴയതിൽ നിന്ന് നീ ശരിക്കും ഒരു പുതിയ ഒരു വ്യക്തിയായിട്ട് നീ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നിന്നെ നയിച്ച സാഹചര്യം ഒന്ന് പറയാമോ? സാഹചര്യങ്ങൾ എന്ന് ചോദിച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ നേഴ്സസ് മിനിസ്ട്രി തുടങ്ങുന്നത്, അന്ന് തുടങ്ങുമ്പോൾ 3-4 പേര് കൂടി ഇരുന്ന് അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ തെന്നി മാറാൻ നോക്കും. പക്ഷെ പിന്നീട് ഞാനൊരു ദിവസം അങ്ങനെ ചെന്നു. അപ്പോൾ പള്ളിയുടെ പുറത്ത് 3-4 പേര് കൂടി ഇരുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അതിനകത്ത് കൂടും. അപ്പോൾ അവർക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കും. അപ്പോൾ എനിക്കന്ന് പ്രത്യേകിച്ച് വലിയ അനുഭവങ്ങളൊന്നുമില്ല പറയാൻ. പക്ഷേ അവർ പറയുന്നതൊക്കെ ഞാനിങ്ങനെ കേൾക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട്
പിന്നീട് കൂടിയിരുന്ന് പ്രാർത്ഥിക്കും. അവരിപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും അവർ എല്ലാവരും ഭയങ്കര ഹെൽപ്പിംഗ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ആ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പായിരുന്നു, 3-4 പേര് വെച്ച് തുടങ്ങിയതാണെങ്കിലും പിന്നീട് അതങ്ങനെ വളർന്നു. അങ്ങനെ നമ്മൾ പള്ളിയിലൊരു അവിടെ ഒരു റൂം എടുത്തൊക്കെ നമ്മൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. റെഗുലർ പ്രെയറായി. അങ്ങനെ നേഴ്സസ് മിനിസ്ട്രി വളർന്നു. അപ്പം അതിലൂടെ കൂടുതലായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ശരിക്കും ഒരു പരിശീലനം പോലെയായിരുന്നു. നല്ലതായിട്ട് പ്രാർത്ഥിക്കാനുള്ള എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റി. ദൈവ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ തുടങ്ങി. അപ്പം നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു കുറച്ച് തീഷ്ണതയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അന്നൊക്കെ ഞാൻ ഓർക്കണു, ഒരു കൊന്തയൊക്കെ വീട്ടിൽ അമ്മ എത്ര ഉന്തിത്തള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാനൊക്കെ പിന്നീട് ഒരുപാട് കൊന്ത ചെല്ലാൻ തുടങ്ങി. 25-30 കൊന്തയൊക്കെ റെഗുലറായിട്ട് ചെല്ലുമായിരുന്നു. പിന്നീട് പിന്നെ എനിക്ക് കുർബാനയ്ക്കൊക്കെ പോകാനാണെങ്കിലും മറ്റത് ഫാമിലിയായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം കുർബാനയ്ക്കൊക്കെ പോവുള്ളൂ. പിന്നെ കുർബാനയ്ക്ക് പോകാനൊക്കെ ഭയങ്കര പോകണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. പണ്ട് കുർബാനയ്ക്ക് പോയ പോലെയല്ല പിന്നീട് കുർബാനയ്ക്ക് പോകുന്നത്. പണ്ട് കുർബാനയ്ക്ക് പോകുന്നത് നമ്മൾ കുർബാന കാണാൻ പോകണമെന്നുള്ള ഒരു ഇതാണ്. പക്ഷെ പിന്നീട് നമ്മൾ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ആഗ്രഹിച്ച് നമ്മൾ കുർബാന കൂടാൻ നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോൾ അത് ഒരു ഹൃദയത്തിൽ നിന്നുള്ളൊരു കുർബാനയ്ക്ക് പോക്കാണ്. അപ്പം അത് ആഗ്രഹിച്ച് പോകുന്നത് തന്നെ. അപ്പോൾ ആ ചേഞ്ചസ് ഉണ്ട്. പിന്നെ ഒരുപാട് പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാകും ജീവിതം എന്താണ്, നമ്മൾ വിചാരിക്കുന്ന അതുപോലെയല്ല. അപ്പം ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വന്നു. പിന്നെ ഞാൻ ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ ഒന്നിച്ച് ഒരു ജോലി നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ തുടങ്ങുമ്പോൾ വാർഡിലൊക്കെ ആണെങ്കിലും ജോലി തുടങ്ങുമ്പോൾ നമ്മൾ 2 മിനിറ്റ് എല്ലാവരും കൂടെ കൂട്ടി നിർത്തി 2 മിനിറ്റ് ആ രോഗികളെ, വാർഡിലുള്ള രോഗികളെ നമ്മൾ ആ നേഴ്സസ് ഒന്നിച്ച് നിന്ന് കൂടെയുള്ള ഡോക്ടേഴ്സിനെ അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ ആ പ്രാർത്ഥനയൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങളാകാൻ തുടങ്ങി. ഇപ്പം ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ ജോയിൻറ്റ് കമ്മീഷൻ്റെ നമ്മുടെ ഹോസ്പിറ്റലിൽ ജോയിൻറ്റ് കമ്മീഷൻ അക്രഡിറ്റഡ് ആണല്ലോ. അപ്പം അതിനകത്ത് ആ വിസിറ്റിങ്ങിനൊക്കെ അവർ വന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻസ് നടത്തും, പോളിസികൾ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒത്തിരി പ്രിപ്പയർ ചെയ്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഈ 4 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷനാണ്. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് പേടി ദൈവമേ, ഞാൻ നല്ലതായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നുണ്ട്. ഡെയിലി 6 മണിയുടെ കുർബാന കൂടിയിട്ടേ ഞാൻ ഡ്യൂട്ടിക്ക് പോകുള്ളൂ. അങ്ങനെ അല്ലാതെ പോയാൽ എൻ്റെ വിചാരത്തിൽ എനിക്കൊരു കോൺഫിഡൻസ് കുറവാണ്. ഞാൻ ആ കുർബാനയൊക്കെ കൂടി പോകുമ്പോൾ എനിക്ക് നല്ലൊരു ധൈര്യം. പിന്നെ അതുപോലെ 3 മണിക്ക് ഞാൻ എഴുന്നേറ്റ് ഡെയിലി 3 തുടങ്ങി 4 വരെ ഞാൻ പ്രാർത്ഥിക്കും. അതെനിക്ക് മസ്റ്റാണ്. എന്നിട്ട് ഞാൻ 4 കിടന്നിട്ട് വീണ്ടും ഉറങ്ങുമ്പോഴത്തേക്ക് 5 മണിക്ക് ഞാൻ എഴുന്നേറ്റ് ഡ്രസ്സ് മാറി 6ൻ്റെ കുർബാന കൂടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എനിക്കൊരു ഭയങ്കര ധൈര്യം, ഞാൻ നല്ല ഉണർവായിട്ട് ഞാൻ അങ്ങനെ ജോലിക്ക് ചെല്ലുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ നല്ല പ്രാർത്ഥിച്ച് ഞങ്ങളുടെ വാർഡിൽ എല്ലാവരും ആണെങ്കിലും നല്ല ഒരു ഐക്യം, നല്ല പ്രാർത്ഥനയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ജോയിൻറ്റ് കമ്മീഷൻ്റെ വിസിറ്റിങ്. അപ്പോൾ അവർ 1 വീക്കൊക്കെ ആണല്ലോ നമുക്ക് വിസിറ്റ് വയ്ക്കുന്നത്. അപ്പം 3 to 4 days വാർഡ് വിസിറ്റിംഗ് കാണും. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങളുടെ വാർഡിലങ്ങ് വന്നു. അപ്പം ഞങ്ങളുടെ വാർഡിൽ വന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ മുമ്പിൽ നിൽക്കുന്ന എന്നെ വിളിച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. അപ്പം എനിക്ക് തന്നെ അറിയില്ല അവർ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ എങ്ങനെയൊക്കെ ആൻസർ പറഞ്ഞു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്ര നല്ലതായിട്ട് അത് ശരിക്കും ആൻസർ പറഞ്ഞു. അത് ഒരിക്കലും ഞാനല്ല. ഞാൻ അത്രയും നല്ലതായിട്ട് ഞാൻ ആൻസർ പറഞ്ഞു എങ്കിൽ അത് എൻ്റെ കർത്താവിൻ്റെ കൃപ മാത്രമാണ്. കാരണം അതുപോലെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, അതുപോലെ രാത്രിയിലാണെങ്കിലും എടുത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കർത്താവിൻ്റെ അനുഗ്രഹം മാത്രമായിരുന്നു. പിന്നെ ഞാൻ ഓർക്കുന്നു, നമ്മൾ ഇതുപോലെ ആൻസർ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ, ആ ഇംഗ്ലീഷുകാരനാണ്, പുള്ളി പറഞ്ഞ ഒരു ഇത് ഞാൻ ഓർക്കുന്നു. എന്നോട് ചോദിക്കുകയാണ്, വേർ ആർ യു ഫ്രം? അപ്പം ഞാൻ പറഞ്ഞു, ഐ എം ഫ്രം കേരള. അപ്പം അയാൾ പറഞ്ഞു, കേരള നേഴ്സസ് ദേ ആർ വെരി ഗുഡ്. എന്നിട്ട് അയാൾ പറയാം, അപ്പം ഒരുപാട് പല നാഷണാലിറ്റി ആൾക്കാരൊക്കെ ഇവരുടെ കൂടെ ഉണ്ടെന്ന് ഓർക്കണേ സർവൈവേഴ്സിൻ്റെ. അപ്പം അയാൾ പറയാണ്, ഐ നോ, അയർലൻഡിൽ ഒരു ഹോസ്പിറ്റൽ ഐ നോ, ഇറ്റ് ഈസ് 1500 bedded hospital and 85% of the nurses they are from Kerala and it's a well managed hospital എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ നമ്മളെ ഈ ഓൾ കേരള നേഴ്സസിനെ അത്രമാത്രം ഇവരുടെ എല്ലാം മുമ്പിൽ വെച്ച് ഉയർത്തിയപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം അതിന് ദൈവം ഉപയോഗിച്ചത് ഈ പാവപ്പെട്ട എന്നെ ആയിരുന്നല്ലോ എന്ന് ഞാൻ ഓർത്തു. കാരണം ഇത്രയും നേഴ്സസ്, നമ്മൾ കുറച്ച് നേഴ്സസ് ഈ നമ്മുടെ പള്ളിയുടെ ഈ ഒരു ചെറിയ മുറിയിൽ കൂടി നിന്നിട്ട് ഈ ലോകത്തിലുള്ള 2 കോടി നേഴ്സസിനും അവരുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ നമ്മളെ നേഴ്സസിനെ എങ്ങനെ പേഷ്യൻസിനെ സ്നേഹത്തോടു കൂടി കർത്താവ് നമ്മളെ അയച്ചിരിക്കുന്ന ഈ കെയർ എങ്ങനെ കൊടുക്കണമെന്ന് നമ്മൾ മറ്റുള്ളവർക്കൊരു പരിശീലനം, ഒരു ട്രെയിനിങ് പോലെയാണ് അത് കൊടുക്കുമ്പോൾ
കർത്താവ് എങ്ങനെ നമ്മളെ ഉപയോഗിക്കണു, നമ്മളെ എത്രമാത്രം ദൈവം ഉയർത്തണു എന്ന് ഞാൻ ഓർത്തപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. പിന്നെ ഞാൻ ഓർക്കണം, അത് കഴിഞ്ഞിട്ടാണേലും ഏതിലെങ്കിലും ഞാൻ വാർഡിൽ നടക്കുമ്പോഴൊക്കെ പിള്ളേർ പറയും, അതെ ആ ചേച്ചിയാ എന്ന് പറയുമായിരുന്നു. അത് ദൈവം അതിനെ എന്നെ ഉപയോഗിച്ചു. ഈ നേഴ്സസ് മിനിസ്ട്രിയാണ് അതിനെല്ലാം കാരണം. ഞാനത് ഓർക്കുന്നുണ്ട്. അതായത് അന്നൊക്കെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വലിയ ചർച്ചയായിരുന്നു. ഇന്ന ആ ഹോസ്പിറ്റലിൽ ആ ഒരു സ്റ്റാഫ് ഇത്രയും JCIയുടെ ഇത്രയും ആൾക്കാരുണ്ടാക്കുന്ന സമയത്ത് വളരെ നന്നായിട്ട് ആൻസർ ചെയ്തൊരു മലയാളി സ്റ്റാഫാണെന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും അത് മാതാവ് നമ്മൾ ഒത്തിരി മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മാതാവാണ് നമ്മൾ ശരിക്കും ഈശോയിലയുടെ ആ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളിലേക്ക് ആൻസർ പറയാനുള്ള കഴിവ് തമ്പുരാൻ കർത്താവ് അത് നിന്നോട് പ്രവർത്തിച്ചെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്ന സാഹചര്യം നീ ഓർക്കുന്നുണ്ടോ? അതായത് നമ്മുടെ മരിച്ചുപോയ ടോമച്ചൻ, ദൈവം ഒത്തിരി ആദരവോടെ ഞാൻ ടോമച്ചിനെ ഓർക്കുക. അന്ന് നമ്മുടെ ടോമച്ചനായിരുന്നു മലയാളി കമ്മ്യൂണിറ്റിയുടെ സ്പിരിച്വൽ ഡയറക്ടർ. അപ്പോൾ ടോമച്ചിനെ എന്നും കാണുമ്പോൾ പറയും, ചേച്ചി നമുക്ക് നമ്മുടെ നേഴ്സസ് മിനിസ്ട്രി അത് ചേച്ചി പോകണം, ഒത്തിരി നല്ലതാണ് ചേച്ചി, നമ്മുടെ നേഴ്സുമാരുടെ നല്ലൊരു കൂട്ടായ്മയാണ് അത്, ഒരിക്കലും ചേച്ചി പോകാതിരിക്കരുത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്രാവശ്യം കാണുമ്പോൾ ചോദിക്കും, ചേച്ചി നേഴ്സസ് മിനിസ്ട്രി പോയായിരുന്നു ചേച്ചി? ഞാൻ പറഞ്ഞു, അച്ഛാ പോയില്ല. എന്തിനും അച്ഛാ അതായിരുന്നു കാരണം, എന്തിനും കാരണം ഞാൻ പറയാം അച്ഛൻ്റെ അടുത്ത്, ചേച്ചി പോകാതിരിക്കരുത് കേട്ടോ, ഒത്തിരി നല്ല കൂട്ടായ്മ നമ്മുടെ നേഴ്സുമാരുടെ ഒത്തിരി നല്ല കൂട്ടായ്മ ചേച്ചി, ഞാൻ അത് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയുക, അതുകൊണ്ട് ചേച്ചി പോകാതിരിക്കരുതെന്ന് വീണ്ടും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ പോകാം, ഇനി അച്ഛനെ കാണുമ്പോൾ ഞാൻ പോയിരിക്കും എന്ന് പറഞ്ഞു. അത് ഇപ്പോൾ വീണ്ടും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അന്ന് ഒത്തിരി ദൂരമൊക്കെ താമസിക്കുന്നത്, അന്നേരം ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാലും അടുത്ത പ്രാവശ്യം ഇനി ടോമസിനെ കാണുമ്പോൾ നോ പറയാനുള്ളൊരു വിഷമം എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ഞാൻ ഓർത്തു ശരി ഇനി പോയിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് നെക്സ്റ്റ് നേഴ്സസ് മിനിസ്ട്രി വന്നപ്പോഴത്തേക്ക് ഞാൻ എന്തായിരുന്നാലും നേഴ്സസ് മിനിസ്ട്രി പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും അത് ഞാൻ ഓർത്തു, ടോമച്ചൻ ചുമ്മാ പറഞ്ഞ ഒരു കാര്യമല്ല, അത് ശരിക്കും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യണം, നമ്മളത് അനുഭവിച്ചാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. കാരണം ആ കുറച്ച് നേഴ്സുമാരിരുന്ന് ആ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരേ ഹൃദയവും ഒരേ മനസ്സുമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശരിക്കും അതൊരു നേഴ്സ്, നമ്മളെപ്പോഴും പറയും ഒരു നേഴ്സിനെ മറ്റൊരു നേഴ്സിനെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഒരേ രീതിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു കൃപ, ഭയങ്കര ശക്തിയാണ് നമുക്ക്. ശരിക്കും ഒരു ആഴ്ചത്തെ നമ്മുടെ ആ കൂട്ടായ്മ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി ജോലി സ്ഥലത്തേക്ക് പോയി വന്നപ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തളർത്തി കളയുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ വീണ്ടും നമ്മൾ ആ കൂട്ടായ്മയിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും ഒരു എനർജി കിട്ടുവാണ്. അത് ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ റെഗുലറായിട്ട് ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിൽ ഞാനങ്ങനെ പോകാൻ തുടങ്ങി. അതെ, ഇപ്പം നീ അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, അന്ന് എനിക്ക് നാട്ടിൽ കഴുത്തിനൊരു സെർവൈക്കൽ ഡിസ്കിനൊരു പ്രോബ്ലം വന്നത് നീ ഓർക്കുന്നുണ്ടോ? C4 to 7 ഡിസ്ക് പ്രൊലാപ്സ് ചെയ്തിട്ട് എമർജൻസി ആയിട്ട് എനിക്ക് ഡിസ്കക്ടമി ചെയ്യണമെന്നും പറഞ്ഞ് സിവിയർ പെയിനായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാനിതുപോലെ ഒരു ദിവസം ഡ്യൂട്ടിക്ക് ചെന്നേക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ കൈ തീർത്തും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങ് തളർന്നു പോയിട്ട് ഈ കൈ ശരിക്കും ഇങ്ങനെ ജെർക്കിങ് ഉണ്ട്, ഒട്ടും ഇങ്ങനെ പൊക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഞാൻ സിവിയർ പെയിൻ എന്ന് പറഞ്ഞ ന്യൂറോളജിക്കയുടെ പെയിൻ എനിക്കറിയാമല്ലോ, എത്രയോ ഭയങ്കര പെയിനാണ്. അങ്ങനെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിന് എന്നെ മറ്റു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ചെറിയൊരു പ്രാർത്ഥന പുസ്തകം മാത്രം. പക്ഷേ ആംബുലൻസിൽ ഇരുന്നെല്ലാം ഞാൻ ദൈവത്തെ വിളിച്ച് നല്ലപോലെ പ്രാർത്ഥിച്ചു. എനിക്ക് ശരിക്കും കർത്താവ് ഒരു ധൈര്യം തന്നെ, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു നല്ല ബോധ്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് എന്നെ കൊണ്ടുപോയി റാഷിദിൽ ആ സ്ട്രെച്ചറിൽ എന്നെ കൊണ്ടുപോയി കിടത്തിയേക്കാം. സ്ട്രെച്ചറിൽ കിടന്നിട്ടും ഞാൻ ഈ പുസ്തകം മാത്രം അഭിയുണ്ട് അത് നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് അതിനകത്ത് കിടന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് അത്ര സിവിയർ പെയിനായി. എനിക്ക് IV ഡൈസിപ്പം എന്തൊക്കെ മെഡിസിൻസ് IV ഒക്കെ തന്നിട്ടും എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല. അത്രയും ഭയങ്കര പെയിനായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ കൊണ്ടുപോയി അവർ സ്കാൻ ചെയ്തു, എനിക്ക് MRI ചെയ്തു. MRI എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഡിസ്കക്ടമി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് റിഫ്യൂസ് ചെയ്തു. എനിക്ക് ഡിസ്കക്ടമി ഒന്നും വേണ്ട. പക്ഷേ എൻ്റെ മനസ്സിൽ നോ, ഇതൊക്കെ ഇതൊന്നും എന്നെ സർജറിക്കൊന്നും എനിക്കൊരാവശ്യം വരില്ല, എൻ്റെ കർത്താവ് സൗഖ്യം എനിക്ക് തരുമെന്നൊരു വിശ്വാസം എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇച്ചിരി പെയിനൊക്കെ കുറച്ച് കുറഞ്ഞ് ഞാൻ വാർഡിലേക്ക് വാർഡിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എമർജൻസി ലീവ് എല്ലാം എടുത്ത് ഞാൻ നാട്ടിലേക്ക് പോകാനായിട്ടൊക്കെ അങ്ങനെ പോകാനായിട്ട് പോവുക. അപ്പോൾ ആ സമയത്ത് ഞാൻ കഴുത്തിൽ കോളർ വെച്ചിട്ടാണ് വാർഡിൽ ചെന്നേക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കണു, വാർഡിൽ നിന്ന് ഞാനിങ്ങനെ നാട്ടിലേക്ക് പോകാനെന്ന് പറയുമ്പോൾ നമ്മൾ സിക്കായിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ വാർഡിലുള്ള സ്റ്റാഫ്മാരുടെ എല്ലാം ഒരു നോട്ടമുണ്ടല്ലോ, ഒരു സഹതാപത്തോടു കൂടി ഒരു നോട്ടമുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നോക്കിയപ്പം എനിക്ക് അത്രയും വലിയ ഇതൊന്നും വലിയ
വിഷമമൊന്നും തോന്നണില്ല. ഞാൻ പറഞ്ഞു നിങ്ങളാരും എന്നെ പ്രതി വിഷമിക്കേണ്ട, നിങ്ങൾ നോക്കിയൊക്കെ ഞാൻ എങ്ങനെ തിരിച്ചു വന്നെ എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയത്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്കൊരു ധ്യാനം കൂടണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു നീ എങ്ങനെ സിസിലി ഈ അവസ്ഥയിൽ ധ്യാനം കൂടാൻ പോകുന്നത്, അപ്പോൾ നിനക്ക് ഇരിക്കാൻ പോലും പറ്റില്ലല്ലോ. സാരമില്ല, എനിക്ക് പോകണം. എന്നെ വണ്ടിയിൽ കിടത്തിയാണ് കൊണ്ടുപോകുന്നത് ധ്യാനത്തിന്. പക്ഷെ ഞാൻ അന്നേരം പറഞ്ഞു, അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കിടക്കണ്ട, എനിക്ക് ഇരുന്ന് ധ്യാനം കൂടിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അവിടെ പോയി ഇരിക്കാനായിട്ട് ഇനിയിപ്പോൾ അഥവാ വിഷമം ഉണ്ടെങ്കിൽ അന്നേരം പോയി കിടക്കാം എന്നുള്ള ഇതിൽ ഞാൻ പോയി കസേരയിൽ ഇരുന്ന് ഞാൻ ധ്യാനം കൂടാണ്. ധ്യാനം കൂടിയിട്ട് ഒരു 3-ാം ദിവസമായി കഴിഞ്ഞപ്പോൾ ഞാനിതുപോലെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോൾ എൻ്റെ ഈ കുഞ്ഞു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ കൈ പിടിച്ചപ്പോൾ എൻ്റെ കൈയുടെ വിറയിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കൈ കുറച്ച് ഞാനിങ്ങനെ പൊക്കാൻ തുടങ്ങി. അപ്പോഴൊന്നും എനിക്ക് അങ്ങനെ ഇത് തോന്നി, ഈ കൈയുടെ വിറയിൽ നിന്നിട്ടുണ്ട്, പക്ഷേ എന്നാലും കഴുത്തിൻ്റെ അതൊന്നും ഇത് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ വൈകുന്നേരം ആരാധന ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം കഴിഞ്ഞ് വൈകുന്നേരം ആരാധനയ്ക്ക് പോയി ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാം ഒരുപാട് വേദനകൾ വരുമ്പോൾ ഹൃദയം തകർന്നൊരവസ്ഥയിൽ നമ്മൾ ദൈവത്തെ വിളിക്കും. സാധാരണ നമ്മൾ വിളിക്കുന്ന വിളിയും ആ വിളിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കൊച്ച് ചുമ്മാ കിടന്ന് കരയുമ്പോൾ ഒരമ്മ അത്രയും നോക്കിന്നിരിക്കില്ല, കൊച്ചൊന്ന് ചിണങ്ങണോ അത്ര അങ്ങോട്ട് വിടും. പക്ഷേ ആ കൊച്ച് ഒന്ന് അമ്മേ എന്ന് പറഞ്ഞ് വല്ലാണ്ടൊരു കരയുമ്പോൾ ഈ അമ്മ എൻ്റെ മോളെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സത്യത്തിൽ അതായിരുന്നു. ഞാൻ ഹൃദയം തുറന്ന് ചങ്ക് പൊട്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് എൻ്റെ കൈ അന്നേരം പൊക്കാൻ പറ്റി. ഞാൻ പൊക്കിയിട്ട് ഉറക്കെ വിളിച്ചു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ എൻ്റെ മേൽ കരുണയായിരിക്കണേ, എന്നെ നീ സ്പർശിക്കാതെ കടന്നു പോവരുതേ എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ ഉറക്കെ വിളിച്ചു പറഞ്ഞത് എൻ്റെ ചങ്ക് പൊട്ടി. എൻ്റെ അമ്മ എൻ്റെ ആങ്ങളെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അവരുടെ അടുത്തൊന്നും അല്ല ഞാൻ നിന്ന്. എനിക്ക് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കണമെങ്കിൽ അത് വേറൊരാൾ കേൾക്കരുത്. അതുകൊണ്ട് ഞാൻ മാറി നിന്ന് ഉറക്കെ വിളിച്ചു കൂവി. എൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് എന്നെ സ്പർശിക്കാതെ നീ കടന്നു പോവരുതേ യേശുവേ എന്ന് ഞാൻ വിളിച്ചു കൂവണ സമയത്ത് എനിക്കറിയില്ല, വലിയൊരു ശക്തി എൻ്റെ കൈ ഇങ്ങനെ വലിയൊരു ശക്തി എൻ്റെ ഈ കൈയുടെ കൃത്യം ഇവിടെ വന്നിട്ട് ഭയങ്കര ഒരു ശക്തിയിൽ തൊട്ടിട്ട് എൻ്റെ കൈ ഇതിങ്ങനെ അങ്ങ് താഴോട്ട് പോയി. ഇങ്ങനെ താഴേക്ക് പോയിട്ട് അങ്ങ് തളർന്നോണായിപ്പോയി. ഞാൻ വേഗം എൻ്റെ ഈ കൈ കൊണ്ട് ഈ കൈ തിരുമണ അതേ സമയത്ത് തന്നെ കൃത്യമായിട്ട് സ്റ്റേജിൽ ഒരു ബ്രദർ വിളിച്ചു പറയാണ്, കഴുത്തിൽ കോളർ വെച്ച് വന്നിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തണമെന്ന്. ആ ധ്യാനത്തിന് വന്നിരിക്കുന്നത് വലിയൊരു ജനക്കൂട്ടമുണ്ട്. അവരുടെ എനിക്ക് തോന്നുന്നു ഒരു പകുതിയിലും കുറേ ബാക്കിലായിട്ട് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്നെ അങ്ങനെ ആർക്കും കാണാനൊന്നും പറ്റത്തില്ല. കാരണം ഇത് വൈകുന്നേരം ആണ്, എന്നെ ആർക്കും കാണാൻ പറ്റത്തില്ലല്ലോ. ആരും കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കണോ, സ്തുതിക്കണോ ആ സമയത്താണ് ഇത്. അപ്പം എനിക്കങ്ങ് പെട്ടെന്നൊരു ഭയങ്കര ഷോക്കായിപ്പോയി. എൻ്റെ പേര് ആ കൃത്യസമയത്ത് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ തന്നെ അവർ പറയാണ്, ഈ സഹോദരി ഈ ധ്യാനം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് സാക്ഷ്യം പറയും സ്റ്റേജിൽ കയറിയെന്ന്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലോർത്തില്ല, അതുണ്ടാവില്ല, എനിക്ക് ഭയങ്കര നാണംകേട് അങ്ങനെ പറയുന്നത്. അവിടെ കയറി സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റത്തില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കൈ തിരുമ്മിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ അന്നത്തെ പരിപാടി കഴിഞ്ഞു ഞാൻ റൂമിലേക്ക് പോവാം. അപ്പോൾ ചെന്നപ്പോഴത്തേക്കും ഒരുപാട് പേര് എന്നെ കാണാൻ വന്നു. കാരണം ഈ കോളർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ. അപ്പം കോളർ വെച്ച സഹോദരി എന്ന് പറഞ്ഞതുകൊണ്ട് ഇവരൊക്കെ കാണാൻ വന്നേ, എന്തായിരുന്നു അനുഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ എല്ലാവരോടും എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞു. പക്ഷെ ഉള്ളിൽ ഞാൻ പറഞ്ഞു, തൊട്ടു എന്നുള്ളത് സത്യം, പക്ഷേ സ്റ്റേജിൽ കയറില്ല. അത് അവർക്ക് തോന്നിയത് ഞാൻ കയറില്ല എന്ന് ഞാൻ വിചാരിച്ചു. നെക്സ്റ്റ് ഡേ ഞാൻ വീണ്ടും ധ്യാനത്തിന് 4-ാം ദിവസം ധ്യാനത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് വൈകുന്നേരം അവിടെ പറയാണ്, ഓരോരുത്തരും കയറി സാക്ഷ്യം പറയാം. ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അറിയില്ല ഞാൻ എങ്ങനെയാണ് സ്റ്റേജിൽ ചെന്നു. ഞാനും കയറി സാക്ഷ്യം പറഞ്ഞു. ഇപ്പം നിനക്കറിയാമല്ലോ, ഇന്ന് ഈ നിമിഷം വരെ അതിനുശേഷം ഇവിടെ ഡിസ്കക്ടമി ചെയ്യണമെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് ഞാനൊന്ന് കഴുത്ത് പൊക്കാൻ പറ്റാതെ അത്രയും വിഷമിച്ച് നടന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കഴുത്തിൻ്റെ പ്രോബ്ലം കൊണ്ട്. എനിക്ക് യാതൊരു കുഴപ്പവും ഈ നിമിഷം വരെ അതിന് ശേഷം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ സെയിം ഹോസ്പിറ്റലിൽ ഞാൻ പോയി ന്യൂറോളജിസ്റ്റിനെ കണ്ടപ്പോൾ അയാൾ എനിക്കൊരു CT സ്കാൻ, ഞാനത് പറഞ്ഞിട്ട് ആ മനുഷ്യനത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം, പോയ ആളല്ലല്ലോ. അപ്പം എന്നിട്ട് സ്കാൻ ചെയ്ത് നോക്കിയപ്പം എനിക്ക് യാതൊന്നുമില്ല, ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ. അങ്ങനെ അങ്ങനെയും കൂടെ വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിലുണ്ടായി. അതും ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, അത് ഞാൻ അതുപോലെ കർത്താവിൻ്റെ കരുണ മാത്രമാണത്. നീ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം നിനക്ക് സ്വന്തമായിട്ട് നിനക്ക് ഡ്രസ്സ് പോലും ഇടാൻ പറ്റത്തില്ലായിരുന്നു. നിനക്ക് എല്ലാം സഹായം ഞങ്ങളൊക്കെ വന്നു ചെയ്തെന്ന് ഓർക്കുന്നുണ്ട്. എല്ലാം ചെയ്തെന്ന കാര്യങ്ങൾ ഞാനത് ഓർക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിപ്പോൾ ദൈവം ഇത്രയും നല്ലൊരു ഹീലിംഗ് ദൈവം തന്നു നിനക്ക്. നമ്മുടെ ആ പ്രാർത്ഥനയുടെ കണ്ണീരിനെ വചനം പറയുന്നുണ്ടല്ലോ, നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത്രയും നമ്മുടെ ഒരു തുള്ളി കണ്ണുനീര് പോലും വെറുതെ പാഴായി പോവില്ല. ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ്
സമീപസ്ഥനാണ് മനമുരുകിയവരോടൊന്ന് അല്ലേ. ആ വചനം ശരിക്കും അത് നമ്മുടെ ആ വിളിച്ചാൽ വിളിയേക്കുന്ന ദൈവം നമുക്ക് ആൻസർ തരുമായിരുന്നു. ഇതുപോലെ തന്നെ നിനക്കറിയാലോ, ഞാൻ വലിയൊരു വേദനയിലൂടെ ഞാനും കടന്നുപോയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ സൗദിയിൽ ജോലി ചെയ്യുമ്പോൾ, അതായത് കല്യാണം കഴിഞ്ഞു, മോനാണെങ്കിൽ ഹസ്ബൻഡാണെങ്കിൽ ദമ്മാമിൽ, ഞാൻ റിയാദിൽ, പിന്നെ മകനാണെങ്കിൽ നാട്ടിൽ. അപ്പോൾ ഈ 35 ദിവസം ആയൊരു കുഞ്ഞിൻ്റെ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ മോൻ എൻ്റെ കയ്യിലിരുന്നിട്ട് ആ കയ്യിലിരുന്ന് മോൻ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഹൃദയത്തെ പിടിച്ച് പറയ്ക്കുന്ന പോലൊരു വേദനയാണ് അത്. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞിട്ട് ആ ഫോട്ടോയിൽ അവൻ്റെ ആ നോട്ടം ഞാനിവിടെ വന്നിട്ടും എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇരുന്ന് രാത്രിയിൽ, കാരണം ഞങ്ങളുടെ റൂമിൽ 4 പേരുണ്ട്, ഞങ്ങൾ തുല്യ ദുഃഖിതർ എല്ലാവരുടെയും, ഞങ്ങൾ 4 പേരുടെയും ഹസ്ബൻഡുമാർ 4 സ്ഥലത്താണ്. സോ ഞങ്ങളുടെ മക്കളാണെങ്കിലും എല്ലാവരുടെയും നാട്ടിലാണ്. നമുക്ക് സൗദിയിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത കാരണം അങ്ങനെയാണ്, നാട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഓർമ്മ, അപ്പോൾ എല്ലാവരുടെയും വേദനകൾ സെയിം ആയതുകൊണ്ട് പിന്നെ പ്രത്യേകമായിട്ട് അവിടെ ആർക്കും ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന, രാത്രി കിടന്നുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. കാരണം ഈ കൊച്ചിൻ്റെ ഈ നോട്ടം എൻ്റെ മനസ്സിലങ്ങ് വല്ലാതെ ഫീൽ ചെയ്തിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രിയിൽ ഇങ്ങനെ കണ്ണീര് ഉതിർന്ന തലവണ ശരിക്കും തലവണ കണ്ണീരിൽ നനഞ്ഞെന്ന് പറയില്ല, അതുപോലെ ഞാൻ രാത്രിയിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ കരഞ്ഞ് ഓരോ ദിവസം ഇരുന്ന് ഒത്തിരി എനിക്ക് രാത്രിയായി എനിക്ക് ഉറക്കമില്ല. കാരണം എനിക്ക് സങ്കടം അങ്ങ് സഹിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഉറക്കം. എന്നും ഞാനിരുന്ന് കരച്ചിൽ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ദിവസം ഇങ്ങനെ കരഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്നോട് ഇങ്ങനെ ഒരാളിരുന്ന് എൻ്റെ മനസ്സിൽ ആരും പറയുന്നു, നീ ഇങ്ങനെ കരഞ്ഞിട്ട് എന്ത് കാണിക്കാനാ, നീ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതായത് എത്ര നേരം കിടന്ന് കരയണേന് കുഴപ്പമില്ല, പക്ഷെ ആ ഒന്ന് എനിക്കാനും ദൈവം എന്ന് വിളിക്കാനും നമുക്ക് ഭയങ്കര ഒരു മടിയാണ്. അപ്പോൾ വീണ്ടും ഞാൻ 2-3 ദിവസം ശരിക്കും ഓർക്കുന്നു, വീണ്ടും 2 ദിവസം വീണ്ടും അങ്ങനെ തന്നെ കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഈ വിളി എൻ്റെ ഉള്ളിലുള്ള ഈ തോന്നലിൽ നിന്ന് മാറുന്നില്ല. അവസാനം ഞാൻ ഓർത്തു, ഇതെനിക്ക് എന്തായാലും എനിക്ക് ഉറക്കമില്ല, എന്തായിരുന്നു പ്രാർത്ഥിക്കാമെന്ന് ഓർത്ത് ഞാൻ മുട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് ശരിക്കും എൻ്റെ മനസ്സിലുള്ള, നമ്മൾ പറയില്ലേ, ആ ഒരു അണ പൊട്ടി ഒഴുകുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ എല്ലാ ഭാരവും ശരിക്കും അതൊരു തമ്പുരാൻ്റെ മുമ്പിലേക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. രാത്രിയിൽ എല്ലാവരും കിടന്ന് ഉറങ്ങുന്നു. അത് എത്ര മണിക്കൂറുകൾ ഇരുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ പ്രയർ, എൻ്റെ എല്ലാ പരാതികളും ദൈവത്തിന് മുമ്പിലേക്ക് ഞാൻ പറയുകയാണ്. ഈശ്വരൻ്റെ അടുത്ത് എല്ലാ പരാതികളും ഞാനിരുന്ന് പറയുമോ. അങ്ങനെ മണിക്കൂറിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാനിരുന്ന് എന്നും ജപമാല ഒരു 150 രൂപ ആ രാത്രിയിൽ ഇരുന്ന് ഒരു 150 രൂപയും ചൊല്ലി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടക്കത്തുള്ളായിരുന്നു. ഇതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ എന്നെ വിളിക്കുന്നത്, ടെസ്സി നീ ഒരു കാര്യം ചെയ്യും, നീ പെട്ടെന്ന് ഒരു ആപ്ലിക്കേഷൻ എനിക്ക് ഇങ്ങോട്ട് അയച്ചതാണെന്ന് പറയുന്നത്. അങ്ങനെ ആപ്ലിക്കേഷൻ അയച്ചു ദൈവം അനുഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളും ശരിയായി. അങ്ങനെ ഇവിടെ വന്ന് ദുബായിൽ വന്ന് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ കൊടുത്തത് ജോയിൻ ചെയ്യാനായിട്ട് ദൈവം അനുവദിച്ചു. ശരിക്കും അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥന ചെയ്യുമ്പോഴത്തേക്ക് എന്നോട് ഒരാൾ പറയുമായിരുന്നു, ഭയങ്കരമായിട്ട് മാതൃഭക്തിയാണല്ലേ, മാതാവ് എല്ലാ കാര്യങ്ങളും ഇടപെട്ട് സാധിച്ചു തരുന്നുണ്ടല്ലോ എന്ന്. ശരിയാണ്, കാരണം ഒത്തിരി കൊന്തകൾ ഞാൻ ചെല്ലുമായിരുന്നു അന്ന് 203 മണി ജപം 203 ജപം കാലത്ത് എഴുന്നേറ്റ് എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഞാൻ ഒരു 5, 8, 203 ജപം ചെല്ലും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ പോലും ഞാൻ ജപമാല ജപിക്കുന്നതായിട്ട് എനിക്ക് അറിയാം. അതുപോലെ ഞാനിരുന്ന് അതുപോലെ മാതാവിൻ്റെ അടുത്ത് കൊന്തയില്ലായിരുന്നു. ശരിക്കും മാതാവാണ് ഈശോയോട് പറഞ്ഞ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. നമ്മൾ ഒരുപാട് കൊന്ത നമ്മൾ ചെല്ലുമ്പോൾ ഈവൻ ഉറക്കത്തിൽ പോലും നമ്മളിങ്ങനെ കൊന്ത ചെല്ലുന്നതായിട്ട് നമ്മൾ നന്മ നിറഞ്ഞു പറയും, പരിശുദ്ധ പറയും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഈവൻ ഉറക്കത്തിൽ നമ്മൾ ഇത് ചെയ്യുമ്പോഴും നമുക്ക് നന്മ നിറഞ്ഞു പറയും, പരിശുദ്ധ പറയും വരും. നമ്മൾ ഒരുപാട് കൊന്ത ചെല്ലുന്നവർക്ക് അങ്ങനെ ഉണ്ടാകും. അപ്പോൾ അന്ന് നിനക്ക് ഇവിടെ വരാനാണെങ്കിലും ഞാൻ ഓർക്കണം, അത് ശരിക്കും ഒരു ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു ഇടപെടൽ തന്നെയാണ്. കാരണം അല്ലെങ്കിൽ അന്ന് അങ്ങനെ ഒരു ചാൻസ് ഇല്ലാത്തൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് നിനക്ക് അന്ന് ഇവിടെ വരാൻ പറ്റിയത്. അത് ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണ്. അതാണ് പറഞ്ഞത്. കാരണം മാതാവ് എന്ത് കാര്യം ചോദിച്ചാൽ സത്യമാണ്, കാരണം മാതാവ് എന്ത് കാര്യം ചോദിച്ചാലും നേടിത്തരുന്നുണ്ടല്ലോ എന്ന്. ഇപ്പോൾ ടെസ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ടെസ്സിയുടെ മാതിരി അത്രയൊന്നും മുട്ടുമ്പോൾ നിൽക്കാൻ എനിക്ക് പറ്റില്ല. നിൻ്റെ കാലിൻ്റെ മുട്ടൊക്കെ നീ ഇങ്ങനെ മുട്ടുമ്പോൾ നിന്ന് ഒരുപാട് കൊന്തയില്ലും, എനിക്ക് അത്ര ഇങ്ങനെ മുട്ടുമ്പോൾ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ നീ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് നിന്ന്, കാരണം അന്ന് എനിക്ക് തോന്നുന്നു ആ സൗദിയിൽ നിന്നാ മുട്ടുമ്പോൾ നിന്ന രാത്രിയിലും മുട്ടുമ്പോൾ നിന്നതിൻ്റെ ആയിരിക്കാം എനിക്ക് എത്ര നേരം മുട്ടുമ്പോൾ നിന്നാലും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നാറില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു അനുഭവം പറയുകയാണെങ്കിൽ, നമ്മുടെ എല്ലാ ആഴ്ചയിലും നമുക്കിവിടെ നേഴ്സസ് മിനിസ്ട്രിയുടെ കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഒരാഴ്ചയിൽ നമ്മളൊരു വചനം എടുത്തിട്ട് അത് നമ്മൾ ഗ്രൂപ്പിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നു. അതിനെ കൂടുതൽ, അപ്പോൾ ആ വചനത്തിനെ കൂടുതൽ നമ്മൾ പഠിക്കുക എന്നുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നമുക്ക് അതിനകത്തുണ്ട്. അപ്പോൾ അന്നേരം അന്ന് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് ധൂർത്തപുത്രൻ്റെ ഉപമയാണ് കിട്ടുന്നത്. അപ്പോൾ ധൂർത്തപുത്രൻ്റെ ഉപമ ഞങ്ങൾ എല്ലാവരും ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് അങ്ങ് ദൂരെ വെച്ച് പിതാവ് മകനെ കണ്ടു. അപ്പോൾ ധൂർത്തപുത്രൻ പശ്ചാത്തപിച്ചു, പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു. പക്ഷേ വരുമ്പോഴേക്കും ധൂർത്തപുത്രനെ അങ്ങ് ദൂരെ വെച്ച് പിതാവ് മകനെ കണ്ട്
ഓടി ചെല്ലുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്നെ ഒത്തിരി അങ്ങ് ദൂരെ വെച്ച് പിതാവ് കണ്ടു. അപ്പോൾ ഞാൻ ആ ഈ വചനം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് തന്നെ കൊളുത്തി, എൻ്റെ ഒരു ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ തൊട്ടു അത്. കാരണം അങ്ങ് ദൂരെ വെച്ച് പിതാവ് കാണണമെങ്കിൽ അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ഈ പോയ അവസ്ഥ എന്തായിരുന്നു. ഭയങ്കര സമ്പന്നനായ ഒരു പിതാവിൻ്റെ മകൻ, ഭയങ്കര ആഢ്യത്തിൽ ജീവിച്ചു, ഭയങ്കര സൂട്ടും കോട്ടും ജെന്റിൽമാനായിട്ട് ഇറങ്ങിപ്പോയ മകനാണ്. തിരിച്ചു വരുന്ന അവസ്ഥ ബൈബിളിൽ പറയുന്നത് പന്നികളുടെ കൂട്ടത്തിൽ. അപ്പോൾ മുടി വെട്ടി കാണത്തില്ല, കുളിച്ച് കാണത്തില്ല, പഴയ സൂട്ടും കോട്ടെല്ലാം പോയി കീറിപ്പറഞ്ഞ മുഷിഞ്ഞ അതും കോലം തിരിച്ചറിയാൻ നമുക്ക് ശരിക്കും ശാരീരികമായിട്ടുള്ള ആ ഒരു ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മാറിപ്പോയൊരു ബോഡിയോടുകൂടി ആ മനുഷ്യൻ തിരിച്ചു വരുന്നത്. പക്ഷെ അങ്ങ് ദൂരെ വെച്ച് പിതാവ് അവനെ കണ്ട് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആ പിതാവ് ആ മകൻ പോയപ്പോൾ തുടങ്ങി അവിടെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇത് എനിക്കത് ശരിക്കും ശരിക്കും ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. അപ്പോൾ ഇത്രയും സ്നേഹിക്കുന്ന ഒരു പിതാവ്, ഏതൊരവസ്ഥയിലും വരുമ്പോഴും നമ്മളെ സ്വീകരിക്കുന്ന ഒരു പിതാവ്, നോക്കിയിരിക്കുന്ന ഒരു പിതാവ്. അപ്പോൾ അത് നമ്മൾ ചോദിച്ചാൽ എമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. അപ്പോൾ ഞാൻ ഈ ദിവ്യകാരണത്തിന് മുമ്പ് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയത്, അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് വേദനിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ എത്ര കാര്യമായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് നടക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കന്മാരെ നോക്കാൻ മക്കൾക്ക് സമയമില്ല. പക്ഷേ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർ മരിക്കുവാണ്. പക്ഷേ തിരിച്ചു വരണ സമയത്ത് മാതാപിതാക്കന്മാരെ നോക്കാനായിട്ട് മക്കൾക്ക് സമയമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ദിവ്യകാര്യത്തിൽ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഈശോയോട് പറയണത്, ഈശോ എന്താ ഇങ്ങനെ അതെൻ്റെ മനസ്സിൽ വലിയൊരു വേദനയായിട്ട് ഇരിക്കുക. മാതാപിതാക്കന്മാരെ നോക്കുന്നില്ലാത്ത ഈ ഒരു ജനറേഷൻ്റെ അവസ്ഥ അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീൽ ചെയ്തിട്ട് ഞാൻ എന്തുകൊണ്ട് ഈശോ ഇങ്ങനെ ഞാൻ ചോദിച്ചിങ്ങനെ പോകുന്ന സമയത്ത് ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. പക്ഷെ ഞാൻ തിരക്കാം. ഞാൻ എൻ്റെ ഭർത്താവ്, എൻ്റെ കൊച്ച്, ഇവരുടെ കാര്യത്തിൽ ഞാൻ തിരക്കാം. എനിക്ക് എൻ്റെ ഈശോനെ തിരിഞ്ഞു നോക്കാനായിട്ട്, എന്നെ സൃഷ്ടാവിനെ തിരിഞ്ഞു നോക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ തിരക്കാം. അപ്പോൾ എൻ്റെ മക്കളുടെ അവസ്ഥ ഇത് തന്നെ. അവരുടെ മക്കളുടെ കാര്യത്തിൽ, അവരുടെ കാര്യങ്ങളിൽ അവർ തിരക്കാം. നീ ഫസ്റ്റ് തിരിയണം ഇങ്ങോട്ട്. അപ്പം നമ്മൾ ഈ ദിവ്യകാരുണ്യമായ ഈശോ, ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവേലായിട്ട് തിരുവോസ്തിയിൽ നമ്മൾ ദിവ്യകാരുണ്യമായിട്ട് എഴുന്നള്ളിയിരിക്കുമ്പോൾ നമ്മളും ആ ഈശോ ഇതുപോലെ തന്നെ, ആ പിതാവും മകനെ കാത്തിരുന്ന അതുപോലെ തന്നെ ദിവ്യകാരുണ്യമായിട്ട് ഈശോ സക്രാരിയിൽ നമ്മൾ നോക്കിയിരിക്കുവാണ്. പക്ഷെ നമുക്ക് ഈശോയുടെ അടുത്ത് പോകാനായിട്ട് സമയമില്ല. നമ്മൾ ചെയ്യേണ്ടതിന് ഈശോയിലേക്ക് നമ്മൾ തിരിയണം. നമ്മുടെ കുടുംബം വേണം. നമ്മൾ ഈശോയിലേക്ക് തിരിയുമ്പോൾ നമ്മളിലേക്കും നമ്മുടെ തലമുറ തിരിയാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈശോയ്ക്ക് തന്ന വലിയൊരു ബോധ്യമാണത്. കാരണം ഫസ്റ്റ് നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക. ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമില്ലേ, അതായത് മത്തായി 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ബാക്കിയെല്ലാം ദൈവം നമ്മളോട് കൂട്ടിച്ചേർക്കും. ശരിയാ. നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്രമാത്രം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നതല്ലേ, എത്രമാത്രം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ കണ്ടു. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഒരു നിമിഷം നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും ഈശോയെ ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാ നേഴ്സുമാരും ഈശോയുടെ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ഞങ്ങൾ അനുഭവിച്ച സ്നേഹം മറ്റുള്ളവർക്കെല്ലാം ഈശോയെ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ പങ്കുവച്ചു കൊടുക്കുവാനുള്ള വലിയ കൃപ നൽകി ഞങ്ങളെ ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളെല്ലാവരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം ഈ സഹോദരിമാരുടെ ജീവിതത്തിൽ നൽകിയ വലിയ അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളും പരാതികളാൽ നിറയാറുണ്ട്. നമ്മുടെ ചുറ്റുമുള്ളവർ ഒരു കുറവുകളുമില്ലാതെ ജീവിക്കുമ്പോൾ ദൈവത്തോട് ഇത്രമാത്രം ചേർന്ന് നിന്നിട്ടും നമ്മുടെ ജീവിതങ്ങളെല്ലാം എന്തേ ഇങ്ങനെയെന്ന് നാമും ചിന്തിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നാം പ്രത്യേകമായി എടുത്ത് നോക്കുമ്പോൾ കർത്താവിൻ്റെ കരത്തിൻ്റെ വലിയ സംരക്ഷണം നമുക്ക് കാണാൻ സാധിക്കും. ഓരോ നിമിഷവും നമുക്ക് ആരോഗ്യവും സംരക്ഷണവും നൽകുന്ന ദൈവകരങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി തീരട്ടെ.
ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. അമ്മേ, എൻ്റെ അമ്മ